ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടല്ലോ, പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളുടെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമായിട്ടുള്ള ഷൗക്കത്ത് അസ്ഗാനിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സായ, എൻ്റെ സംശയം, നമ്മളിപ്പോൾ ഒരു നോമ്പ് നോറ്റ് വീട്ടാനുണ്ട്, പിന്നെ ഖളാ വീട്ടാനുണ്ട്. അപ്പോൾ അതിന് കാലതാമസം എങ്ങനെയാണ്? അത് എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടണോ, അത് അടുത്ത നോമ്പ് വരെ, പിന്നെ അതിൻ്റെ കാലതാമസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റമദാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെടുന്നത് കാരണത്തോടു കൂടെ നഷ്ടപ്പെടുന്ന നോമ്പുകളുണ്ട്, കാരണമില്ലാതെ നഷ്ടപ്പെടുന്ന നോമ്പുകളുണ്ട്. ഈ രോഗം കാര്യങ്ങളൊക്കെ കാരണത്തോടു കൂടെ നഷ്ടപ്പെടുന്നതാണ്. കാരണത്തോടു കൂടെയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി. കാരണമില്ലാതെയാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ സൗകര്യപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. രണ്ടാണെങ്കിലും റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിൻ്റെ മുമ്പ് ഖളാ വീട്ടിയിരിക്കണം. വീട്ടിയിട്ടില്ലെങ്കിലുള്ള അപകടം, അടുത്ത റമദാൻ ആയാൽ പിന്നെ ഖളാ വീട്ടുമ്പോൾ ഓരോ നോമ്പും ഖളാ വീട്ടുന്നതിനോടുകൂടെ ഒരു മുദ് എന്ന നിലക്ക് നൽകൽ നിർബന്ധമാണ്. അത് 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട നോമ്പ് ഇപ്പോൾ ഖളാ വീട്ടുകയാണെങ്കിൽ ഒരു നോമ്പ് ഖളാ വീട്ടുന്നതിനോടുകൂടെ 10 മുദ് നൽകണം. 50 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു നോമ്പാണെന്ന് വിചാരിച്ചോളി, അതിപ്പോൾ ഖളാ വീട്ടുകയാണെങ്കിൽ ഖളാ വീട്ടുന്നതിനോടുകൂടെ 50 മുദ്ദും കൂടെ കൂട്ടത്തിൽ കൊടുത്താൽ മാത്രമാണ് ആ ബാധ്യത ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ. സാർ, അപ്പോൾ അടുത്തൊരു സംശയം, നമ്മൾ ഈ ഒരുപാട് പള്ളികൾ അടുത്തടുത്ത് ഉള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പിന്നെ വ്യത്യസ്ത പള്ളികളിൽ നിന്നും എല്ലാം ബാങ്ക് കേൾക്കും നമുക്ക്. അപ്പോൾ അതൊക്കെ 1 മിനിറ്റ് 1/2 മിനിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ബാങ്ക് കേട്ടാലാണ് ആദ്യം നമുക്ക് നോമ്പ് പിന്നെ തുറക്കേണ്ടത്? അങ്ങനെ സംശയ ആളുകൾക്ക് ഉണ്ട്. നോമ്പ് തുറയുടെ മാനദണ്ഡം ബാങ്ക് കേൾക്കുക എന്നുള്ളതല്ല, ബാങ്ക് ഒരു കാരണം മാത്രമാണ്. സമയമാവുക എന്നുള്ളതാണ്. സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് തുറയുടെ സമയമായി. ആ അസ്തമിച്ചു എന്ന് നമുക്ക് ഉറപ്പായാൽ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1-2 മിനിറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് ഇനി ബാങ്ക് കേൾക്കാതിരിക്കുക എന്നുള്ളത് മാനദണ്ഡമാക്കണ്ട. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ സമയമായി, ബാങ്ക് മാനദണ്ഡമാക്കേണ്ട ആവശ്യം ഇല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, സൂര്യൻ അസ്തമിച്ച് സമയമായി എന്ന് ഉറപ്പായാൽ ആരാണോ പെട്ടെന്ന് നോമ്പ് തുറക്കുന്നത് അവൻ ആ നോമ്പ് തുറക്കുന്ന കാലത്തോളം ഖൈറിലാണ്, നന്മയിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. പിന്നെ ഒരു സംശയം, നമുക്ക് കഫം ഇറക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കഫം തുപ്പിക്കളയാൻ പറ്റാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് അത് ഇറക്കിയാൽ നമ്മുടെ നോമ്പ് മുറിയും ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ മസാല? ഇപ്പോൾ പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെന്ന് വിചാരിച്ചോളി, ആ സമയത്ത് കഫം, നോമ്പുകാരനായിരിക്കെ കഫം ഇറക്കിയാൽ നോമ്പും ബാത്തിലാകും, നിസ്കാരത്തിലായിരിക്കെ കഫം ഒഴുങ്ങിയാൽ നിസ്കാരവും ബാത്തിലാണ്. അത്രയും സാഹചര്യം ഈ ഉമനീര് കഫം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നജസ്സല്ല, അതൊരു മ്ലേച്ഛമായ വസ്തുവിലാണ് അതിനെണ്ണീറ്റുള്ളത്. അതുകൊണ്ട് കയ്യിലുള്ള ടവ്വല്, കർച്ചീപ്പ് പോലെയുള്ള വസ്തു, അല്ലെങ്കിൽ തലയെകെട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലൂടെ നിസ്കാരം 3 അനക്കത്തിൽ കൂടാത്ത രൂപത്തിൽ, 3 അനക്കം അനങ്ങാത്ത രൂപത്തിൽ, തുടർച്ചയായി 3 അനക്കം അനങ്ങാത്ത വിധത്തിൽ അത് ഏതെങ്കിലും ഭാഗത്തേക്ക് എടുത്തു മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ പള്ളിയിലും തുപ്പാൻ പാടില്ല, അതിന് പുറമെ ഇറക്കാനും പാടില്ല. അത്തരം സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണത്. സാർ, നമുക്കിപ്പോൾ ഈ നോമ്പുകാരനെ ഇപ്പോൾ അസുഖം എന്തെങ്കിലും കാരണം നമുക്ക് ചിലപ്പോൾ ചെവിയിലും കണ്ണിലും മൂക്കിലൊക്കെ മരുന്നൊറ്റിക്കേണ്ട, നമ്മൾ ഇന്ദ്രിയങ്ങളിൽ മരുന്നൊറ്റിക്കേണ്ട സാഹചര്യങ്ങൾ വരലുണ്ടോ? അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോവും, അപ്പോൾ നമ്മുടെ നോമ്പ് ബാത്തിലാകും എന്നുള്ളതാണ്. ചെവി, മൂക്ക് എന്നത് രണ്ടും തുറക്കപ്പെട്ട ദ്വാരമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെവിയിലേക്കോ മൂക്കിലേക്കോ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയും ബാത്തിലാകും. കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമായിട്ട് എണ്ണിയിട്ടില്ല, തുറക്കപ്പെട്ട ദ്വാരവും അല്ല. അതുകൊണ്ട് തന്നെ കണ്ണിൽ മരുന്നൊറ്റിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. സാർ, ചില ആളുകളെ ഈ ഫർള് ഖളാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തറാവി നമസ്കാര സമയത്തൊക്കെ പുറത്ത് കവലകളിലൊക്കെ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ പള്ളികളിൽ മാറി മറ്റേ ഖളാ വീട്ടാറുണ്ട് തറാവി നടക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മസാല എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചൊരു വിഷയം കൂടെയാണ്. ഫർദ് നിസ്കാരം ഒരു വ്യക്തിക്ക് ഖളാ ഉണ്ടെങ്കിൽ അവന് ഇസ്ലാം അനുവദിച്ചത് 1-2 കാര്യം മാത്രമേ ഉള്ളൂ. അവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അധ്വാനത്തിൻ്റെ ഒരു സമയം, അവൻ്റെ നിത്യമറ്റ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിനുള്ളൊരു സമയം, അത്യാവശ്യം ഉറങ്ങാനുള്ളൊരു സമയം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ഫർദ് നിസ്കാരം ഖളാ ഉള്ളവൻ ഖളാ വീട്ടാനാണ് വിനിയോഗിക്കേണ്ടത്. അവൻ്റെ ചിരിയും കളിയും തമാശയും കത്തിയടിക്കലും അങ്ങാടിയിൽ കറങ്ങലും ഒക്കെ തെറ്റാണ്. അതിനോട് കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സുന്നത്ത് നിസ്കാരം വരെ അവൻ നിർവഹിക്കേണ്ടതില്ല, ഫർള് ഖളാ വിട്ടാണ് വേണ്ടത്.
ഇന്ന് നമ്മുടെ നാടുകളിൽ ഫർള് ഖലാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തറാവീഹിൻ്റെ സമയമാകുമ്പോൾ കവലകളിലൊക്കെ പോയിരുന്നിട്ട് തറാവീഹും ഇല്ല ഫർള് ഖലാ വീട്ടിലും ഇല്ലാത്ത ചില ആളുകളുണ്ട്. അവർ മനസ്സിലാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ്, ആ വിഷയം തിരുത്തണം. ഫർള് ഖലാ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ്റെ ഈ പറയപ്പെട്ട സമയം മാറ്റി വെച്ചാൽ ബാക്കിയുള്ള സമയം മുഴുവൻ അവനിക്ക് കല്യാണം കുടിരിക്കലൊക്കെ തെറ്റന്നെയാണ്. ഫർള് ഖലാ വിട്ടാനാണ് ഉപയോഗിക്കേണ്ടത്. ഇസ്ലാം അവനിക്ക് അനുവദിച്ചൊരു സമയം, അവൻ്റെ കുടുംബത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഒരു സമയം അവനിക്ക് എന്ത് ചെയ്യാം, ഫർള് ഖലാ വിട്ടുള്ളതിനോട് കൂടെ തന്നെ അവനിക്ക് എടുക്കാവുന്നതാണ്. അതിന് പുറമെ മലമൂത്ര വിസർജനത്തിലുള്ളൊരു സമയം, അത്യാവശ്യം ഉറങ്ങാനുള്ള കുറച്ച് സമയം, അല്ലാത്ത സമയം പൂർണ്ണമായിട്ടും അവൻ ഫർള് ഖലാ വീട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അത്രയും സാഹചര്യത്തിൽ ഇനി ഫർള് ഖലാ ഉള്ളതിനോടുകൂടെ സുന്നത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എല്ലാ സമയവും വിനിയോഗിക്കേണ്ടത് ഫർള് ഖലാ വീട്ടാനാണ്. ഈ പേരും പറഞ്ഞിട്ട് തറാവീഹ് നിസ്കരിക്കാതെ മാറിയിക്കല്ല വേണ്ടത്. ഒന്നിരിക്കവൻ തറാവീഹ് ഫർള് ഖലാ വീട്ടുകയോ അല്ലാത്ത പക്ഷം പിന്നെ അവൻ തറാവീഹിൽ പങ്കെടുക്കുക. അപ്പോൾ തറാവീഹിൽ പങ്കെടുത്താൽ അതിൻ്റെ കൂലി അവനക്ക് കിട്ടും, ഫർള് നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റവും അവനക്ക് കിട്ടും, ഖലാ വിട്ടാത്തതിൻ്റെ കുറ്റവും കിട്ടും എന്ന് മനസ്സിലാക്കുക. സാർ, ഈ നോമ്പ് കാലങ്ങളിലേ ഇപ്പോൾ വിനോദങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്, അതായത് കായികം, ഫുട്ബോള്, പിന്നെ ക്രിക്കറ്റ്, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഗെയിമുകളൊക്കെ, അതിലൊക്കെ ഈ സമയം കണ്ടെത്തിയിട്ട് ഈ നോമ്പ് സമയങ്ങളിൽ ഇത് ചെലവഴിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് എന്താണ്? നോമ്പുകാരനായിരിക്കെ ചില ഹലാലായ കാര്യങ്ങൾ പോലും അവനിക്ക് കറാഹത്തായിട്ട് വരും. കാരണം അത് ഒഴിവാക്കൽ സുന്നത്താണ്. ഉദാഹരണം പറഞ്ഞാൽ വിനോദങ്ങൾ, അതുപോലെ തന്നെ പിന്നെ അനുവദനീയമായ കളികൾ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഴുവൻ സമയവും ആരാധനയിൽ കഴിച്ചു കൂട്ടേണ്ട സമയമാണല്ലോ. അപ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം ചില അനുവദനീയമായ വിനോദങ്ങൾ വരെ അവനിക്ക് എന്താണ്, അത് ഒഴിവാക്കൽ സുന്നത്തുണ്ട്, അത് ചെയ്യൽ കറാഹത്തുണ്ട്. ഇപ്പോൾ ഫോണാണെങ്കിലും അല്ലാത്ത സാഹചര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിഷയത്തിലൊക്കെ അവൻ ശ്രദ്ധിക്കണം. അത് സുന്നത്താണ്, അങ്ങനെ ചെയ്യൽ കറാഹത്തും കൂടെയാണ്. Ramadan Keri, Ramadan Keri.